അയ്യോ നമ്മളിപ്പോൾ വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞ് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ റോഡൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ക്ലീനാക്കി അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലൂടെ പരിപാടിയാണെന്ന് നമ്മുടെ അടുത്ത് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേര് വന്ന് പോവും. അപ്പോൾ തേരെന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ടാബ്ലോ വരണ മാതിരിയൊക്കെ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത്രയ്ക്കധികം മുന്നൊരുക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് എനിക്കറിയുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഓണർ ചേച്ചിയാണെങ്കിൽ ഇവിടെ പൂജയ്ക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി താഴത്ത് വന്നിരിക്കുന്നുണ്ട്. പിന്നെ അത് ഒരു 9 മണിയായപ്പോൾ സ്റ്റാർട്ടായി. പിന്നെ ഒരു 3 മണി 4 മണി പുലർച്ചെ 3 മണി 4 മണിയാകുമ്പോൾ തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഞങ്ങളുടെ ഉറക്കത്തിൻ്റെ കാര്യം ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ശനിയാഴ്ച ആയിട്ട് എനിക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വേറെ വഴിയില്ല, എന്തായാലും കുറച്ച് നേരം കണ്ടു നിൽക്കാമെന്ന് നമ്മൾ വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുറേ നമ്മുടെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ആൾവേഷം കെട്ടി നിൽക്കുന്നതും പിന്നെ കുമ്മാട്ടിക്കളിയാണെന്ന് അറിയില്ല, പക്ഷെ വലിയ നല്ല വലുപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ സിംഹത്തിനും അതിനൊക്കെ കാണാനായിട്ട് എനിക്കറിയില്ലായിട്ട് ഇതിനെ പറ്റിയിട്ട്. അതാണ് ഞാൻ കാര്യമായിട്ടൊന്നും പറയാത്തത്. എന്തായാലും എനിക്കൊരു കൗതുകമായിരുന്നു. നമ്മളും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കുമ്മാട്ടിക്കളി നമ്മുടെ തെയ്യം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ അതും ആസ്വദിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തലയിൽ കുടം വെച്ചിട്ടുള്ള ഡാൻസ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോന്നോടൊന്ന് കണ്ടു. ലാസ്റ്റ് തേരുകൾ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഘടകക്ഷേത്രം എന്നൊക്കെ പറയുന്ന പോലെ ഓരോരോ ഭാഗത്തിൻ്റെ തേരുകളാണ് ഇങ്ങനെ വന്നു പോയെന്ന് തോന്നുന്നു. ഞാനൊരു 2-3 തേരായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറച്ച് ഇപ്പോൾ വഴിക്ക് ഓരോന്നിങ്ങനെ വരാൻ തുടങ്ങി. പലതും ഇങ്ങനെ പല അമ്പലത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. എനിക്ക് കാര്യമായിട്ട് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ചോദിക്കാതെ നിന്നില്ല. എന്തായാലും നിറയെ ആളും ബഹളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നല്ല കൊട്ടും പാട്ടും ബഹളവും എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട് നന്നായിട്ട് മിസ്സാവാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ ഉറക്കൊക്കെ കളഞ്ഞ് പൂരത്തിനും പെരുന്നാളിലൊക്കെ ഇങ്ങനെ കിടന്ന് നടക്കാനായിട്ട്. അപ്പോൾ 3 മണി വരെ എന്തായാലും ഞങ്ങളുടെ ഉറക്കം പോയെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.